ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് നാളായി ബിഗ് ബോസിൻ്റെ റിവ്യൂ ഒക്കെ ചെയ്തിട്ട്, പക്ഷേ ഇന്നലത്തെ കുറച്ച് സീനുകളൊക്കെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് റിവ്യൂ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം തോന്നി. അതുകൊണ്ട് തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു റിവ്യൂ ആയിട്ട് വന്നത്. ഇന്നലെ ശരിക്കും പറയുകയാണെങ്കിലല്ലോ ജിൻഡോയുടെയും ജാസ്മിൻ്റെയും അഴിഞ്ഞാട്ടം തന്നെ പറയാം, അത്ര അധികം ഉണ്ടായിരുന്നു. അവരാണ് ഇപ്പോൾ ജാസ്മിനെയാണല്ലോ ഞാൻ ജയിൽ നോമിനേഷൻ്റെ കാര്യം മാത്രമാണ് പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ജയിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് 2 പേരാണ്. ഒന്ന് നോറയും 2 ജാസ്മിനാണ്. അപ്പോൾ കുറേ ആൾക്കാർ ജയിൽ നോമിനേഷന് നമ്മുടെ ഗബ്രിയുടെ പേരൊക്കെ പറയണ്ടായി. പക്ഷേ കൂടുതൽ വോട്ട്, ഒരു 7 വോട്ടൊക്കെ നമ്മുടെ ജാസ്മിന് കിട്ടിയിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള ജയിലിലേക്ക് എന്തുകൊണ്ടാണ് ജാസ്മിനെ വിടുന്ന അവർ പറഞ്ഞിട്ടുള്ള കാരണം ന്യായമായിട്ട് തന്നെ എനിക്ക് തോന്നി. മടി, അതാണ് പ്രധാന കാര്യം. എന്തെങ്കിലും ഒരു കാര്യം അടുക്കളയിൽ പോയിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ ചെയ്യുന്നത് കണ്ടില്ല. അപൂർവം വല്ലപ്പോഴും വന്നിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലാണ്ട് നമ്മളിപ്പോൾ ജാസ്മിൻ ഫുൾ ടൈം നിന്ന് അടുക്കളയിൽ നിന്ന് സ്വന്തമായിട്ട് എന്തെങ്കിലും കഷ്ണങ്ങൾ അരിയോ പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ അപൂർവമാണ്. പിന്നെ എന്തെങ്കിലും ഒരു വെള്ളം കുടിക്കണമെങ്കിലോ എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിലോ ഒന്നും തന്നെ പോയി എടുക്കുന്നത് കണ്ടില്ല. റസ്മിൻ്റെ പേര് വിളിച്ചിട്ട് പറയണേക്കാം, റസ്മിൻ അതെടുത്ത് വരും, അല്ലെങ്കിൽ ഗബ്രി അതെടുത്ത് വരും. ഞാൻ അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ലൈവൊക്കെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൂടുതലും ജാസ്മിൻ മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിച്ചാണ് ചെയ്യുന്നത്. എനിക്കാണ് വീട്ടിലൊക്കെ ഉമ്മയ്ക്കായിരിക്കും എടുത്തു കൊടുക്കുന്നത്, അവർ ചെയ്യൽ ഇവിടെ വന്നിട്ടും ചെയ്യുകയാണ്. അപ്പോൾ ജാസ്മിൻ്റെ ഹൈജീനെ കുറിച്ച് പറയേണ്ട ആവശ്യമേ ഇല്ല, ലാലേട്ടൻ വരെ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ജാസ്മിൻ്റെ കാലിലൊക്കെ വിള്ളലൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അങ്ങനത്തെ കാലൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ട് സോഫയിൽ കയറിയിരിക്കുന്നു എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട്. ജിൻഡോ പിന്നെ ട്രിഗർ ചെയ്യാണല്ലോ, കുറേയൊക്കെ ഓവറായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും അതൊരു ഗെയിമാണ്. കാരണം ജാസ്മിന് ഓവറായിട്ട് അങ്ങോട്ട് പറയുമ്പോൾ തിരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒരു രീതിയിൽ കളിക്കുന്ന ഒരാൾ ജിൻഡോ മാത്രമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സിബിനൊക്കെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് കളിക്കുന്ന ഒരാളാണ്. ഇപ്പോഴാണെങ്കിൽ സിബിൻ്റെ കൈ വിട്ട് പോയിരിക്കുകയാണ്. സിബിൻ കാണിച്ചിരിക്കുന്ന ഒരു ആക്ഷൻ അത് അത്ര നല്ല ഒരു ജസ്റ്റർ ആയിരുന്നില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എനിക്കത് തന്നെ പറയാനുള്ളത്. നമ്മൾ എത്ര തന്നെ ഇതൊരു ബിഗ് ബോസ് ഹൗസാണ്, നമുക്ക് നമ്മളെ ട്രിഗർ ചെയ്യാനും നമ്മളെ പ്രൊവോക്ക് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നമ്മളത് അനുസരിച്ച് നമുക്ക് മെൻ്റൽ പീസ്ഫുള്ളായിട്ട് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ബിഗ് ബോസിന് നമ്മൾ എപ്പോൾ വേണമെങ്കിലും പുറത്താവാം. അപ്പോൾ സിബിനെ പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം അത് തന്നെയാണ്. ജാസ്മിൻ സിബിനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു, പലതും പറയുന്നുണ്ട്. അതൊരു വാക്ക് ജാസ്മിൻ പറഞ്ഞത് വളരെയധികം തെറ്റിപ്പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് എന്നാണ് പറഞ്ഞത്, വേസ്റ്റ് എന്ന് സിബിനെ പറഞ്ഞു. അത് എനിക്ക് ലാലേട്ടൻ എടുത്ത് ചോദിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും സിബിൻ്റെ ഈ ഒരു ഇഷ്യൂ വീക്കെൻഡിൽ വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ബിഗ് ബോസ് അത് വാൺ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ ലാലേട്ടൻ തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിബിനുള്ളത് എന്തായാലും നമുക്ക് അവിടെ പണിഷ്മെൻറ്റ് ഉണ്ടായിരിക്കുന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ ഇത് ജാസ്മിൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു ജസ്റ്റ് കാണിച്ചു എന്നുള്ളത്, ഒരു ആക്ഷൻ അങ്ങനെ എന്തുകൊണ്ട് സിബിനിൽ നിന്ന് വന്നു എന്നുള്ളത് കൂടെ പരിശോധിക്കുകയാണെങ്കിൽ ജാസ്മിൻ അവിടെ നേരെ ഇരുന്ന് പറയുന്നുണ്ട് വേസ്റ്റ് എന്ന് പറയുന്നുണ്ട്. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പലതരത്തിൽ വേസ്റ്റ് ആവാറ്, നമുക്ക് എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം അല്ലേ. വേസ്റ്റ് എന്ന് നമ്മളൊരാളെ ഒരിക്കലും പറയാൻ പാടില്ല. നീ ഒരു വേസ്റ്റാണ് എന്ന് പറയുമ്പോൾ അത് ഒരാൾ ശരിക്കും പറയണമെങ്കിൽ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മളൊരാളെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ബിഗ് ബോസ് ഹൗസിനകത്ത് വരുമ്പോൾ ഒരുപാട് റൂൾസും കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് പ്ലേ ചെയ്യേണ്ട ഒരു ഗെയിം ആകുമ്പോൾ അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ജാസ്മിന് അതിൻ്റേതായിട്ടുള്ള എന്തെങ്കിലും ശിക്ഷ കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ ഇവിടെ ജാസ്മിൻ ജസ്റ്റ് കാണിച്ചു എന്നുള്ള പരാതിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്തുകൊണ്ട് കാണിച്ചു എന്നുള്ളതും കൂടെ പരിശോധിക്കുകയാണെങ്കിൽ ഇതും കൂടെ വരും. ഇല്ലെങ്കിൽ അതങ്ങനെ സിബിനെ എന്തെങ്കിലും ഒരു പണിഷ്മെൻറ്റ് കൊടുത്ത് അതങ്ങ് വിട്ട് കളയും എന്നുള്ളതാണ്. പിന്നെ ജാസ്മിനെ ജയിലിൽ കൊണ്ടിട്ടു. എൻ്റെ അമ്മ ശരിക്കും പറയണുണ്ടല്ലോ, ലൈവിലാണ് ശരിക്കും കാണേണ്ടത്. ലൈവിൽ കാണിക്കുന്നതിൻ്റെ ഒരു അംശം പോലും നമുക്ക് ശരിക്കും ടെലികാസ്റ്റ് ടൈമിൽ കാണിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. വളരെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവർ പ്രൈം ടൈമിൽ കാണിക്കുന്നത്. ലൈവിൽ എത്രമാത്രം കാര്യങ്ങളാണെന്ന് കാണിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ വന്നിട്ടുള്ള ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ലൈവിൽ ഈ ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ട് ജയിലിൽ കൊണ്ടിട്ടതിന് ശേഷം ജാസ്മിൻ കാണിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ ലൈവ് കാണാത്തവരാണെങ്കിൽ അത് കാണാതെ പോയത് അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ വലിയ ഈ ഒരു സീസണിൻ്റെ നല്ലൊരു ഭാഗം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു തന്നെ പറയാം. പ്രൊവോക്കേഷനാണോ അതോ മാനസികമായിട്ടുള്ള ഒരു വിഭ്രാന്തി വന്നിട്ടാണോ അതോ ജിൻഡോയിട്ട് ട്രിഗർ ചെയ്യാനോ എന്തൊക്കെയോ ആണോ ജാസ്മിന് മനസ്സിലാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും കാര്യങ്ങളാണ് ജാസ്മിൻ
പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതിന് കൗണ്ടറായിട്ട് ജിൻഡോയും കൊടുക്കുന്നുണ്ട്. ജിൻഡോ കൊടുക്കുന്നു, ജിൻഡോ മൈൻഡ് ചെയ്യാതെ എടുക്കുന്നു. ജിൻഡോ അധികം പ്രൊവോക്കഡൊന്നും ആവുന്നില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ അടിക്കടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ജിൻഡോ. ജാസ്മിൻ അതിനനുസരിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എത്ര മണിക്കൂറായിരുന്നു അറിയോ ജാസ്മിൻ അത്. പക്ഷെ ഞാൻ വിചാരിച്ചു നോറയാണല്ലോ ഇപ്പോൾ ജാസ്മിന് കൂടെ ജയിലിൽ കിടക്കുന്നത്. നോറയും കൂടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യിപ്പൊത്തിരിക്കേണ്ട അവസ്ഥയാണ്. നോറയുടെ വോയിസ് എന്ന് പറഞ്ഞാൽ അത്ര ഇറിറ്റേറ്റിംഗ് ആണ്. വായി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നല്ലോ അത് അപ്പോൾ ഓഫ് ചെയ്യാൻ തോന്നും. അത്ര ഇറിറ്റേറ്റിംഗ് വോയിസ് ആണ്. ഒരാളെ നമ്മൾ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോറയുടെ ഒരു അവർ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു ന്യായമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വോയിസ് ഇറിറ്റേറ്റിംഗ് ആയി പോലും നമ്മളത് കേട്ടിരിക്കും. പക്ഷേ ഇത് റിപ്പീറ്റഡ്ലി അവരെ എന്ന് പറഞ്ഞാൽ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നു. അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നില്ല. അവർ പറയുന്നതിന് എല്ലാവരും ഇൻസൾട്ട് ചെയ്യുന്നു. അങ്ങനെ ഇത് വന്ന അന്ന് മുതൽ ഇപ്പോഴും നോറ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്. ഇതിപ്പോൾ ജാസ്മിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പ്രൊവോക്ക് ചെയ്ത് ജാസ്മിനെ നല്ല പിള്ളയാവാനുള്ള കുറേ ശ്രമങ്ങൾ നടത്തുന്ന കൂടെ നമ്മളെ പിന്നെ ഗബ്രിയും നല്ല പിള്ളയാക്കണം. അപ്പോൾ അതിന് ജിൻഡോയെ വളരെയധികം മോശം ഒരു വ്യക്തിയാക്കി തരും. അത് വാക്കുകളിലൂടെയും പറയുന്നുണ്ട് കേട്ടോ. വാക്കുകളിലൂടെയൊക്കെ ചില വാക്കുകളൊക്കെ അത് എനിക്കറിയത്തില്ല. ഞങ്ങൾ തൃശ്ശൂർ പറയുന്ന വാക്ക് അല്ല അത്. പക്ഷേ അത് മറ്റുള്ള ജില്ലകളിലൊക്കെ മോശം വാക്കാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറേ വാക്കുകൾ, ഇത് കേൾക്കാത്ത ഒരുപാട് വാക്കുകൾ ജിൻഡോയെ പറയുന്നുണ്ട്. പിന്നെ ജിൻഡോയെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത മത്സ്യ കന്യകെന്നോ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സത്യഭാമേനെ എയറിലാക്കിയ പോലെ ഇനി ജാസ്മിൻ എയറിൽ ശരിക്കും വരേണ്ടതാണ്. പക്ഷേ എയറിലാവുന്നില്ല. ഇതിന് ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പോൾ സിബിൻ നല്ലപോലെ കളിക്കാൻ തുടങ്ങിയപ്പോൾ കുറേ ആൾക്കാർക്ക് സിബിൻ്റെ ഗെയിമിനോട് ഒരു തരം എന്താണ് ഒരു ടോക്സിക് ഗെയിമാണ് അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ജാസ്മിനും ഗബ്രിയനെയും കോർണർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്കാണ് ഇപ്പോൾ ജാസ്മിൻ്റെ ശ്രദ്ധ മുഴുവൻ അങ്ങനെയാണ്. ഞങ്ങൾ കോർണർ ചെയ്യപ്പെടുകയാണ് എന്നുള്ള രീതിയിലായിട്ട് മാനിപ്പുലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ ഭാഗത്തുനിന്ന്. അതിൽ കുറേ ആൾക്കാർ പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇപ്പോൾ വന്ന് ജാസ്മിനും ഗബ്രിയനും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ ഞാൻ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് പുറമെ മാത്രമല്ല, ആ ബിഗ് ബോസ് ഹൗസിനകത്തും ചില വ്യക്തികൾ ജാസ്മിൻ്റെ ഗെയിമിൽ പെട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഇത്രയും പ്രതീക്ഷിക്കാത്ത ഒരാൾ എന്ന് പറയുന്നത് അപ്സരയാണ്. പിന്നെ ശ്രീതു എന്ന് പറയുന്നത് അർജുനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റിൽ അതിൽ വന്നുപെട്ടുള്ളതാണ്. പിന്നെ റസ്മിൻ ഓബിയസ്ലി അവിടെ ഉള്ളതാണ്. അവർ കൂടെ തന്നെ നിൽക്കും. അവരെന്ത് തെണ്ടിത്തരം ചെയ്താലും അവിടെ ഒട്ടി തന്നെ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ അപ്സരയ്ക്ക് വന്ന ചേഞ്ച് എന്ന് പറയുന്നത് അപ്സരയെ മറ്റുള്ളവർ തഴഞ്ഞപ്പോൾ അപ്സര ഇതിൽ ഒട്ടിപ്പിടിച്ചു. പക്ഷേ അത് അപ്സരയ്ക്ക് നെഗറ്റീവ് വരാനായിട്ടുള്ള 101% ഉറപ്പാണ്. ആൾക്കാരുടെ മനസ്സിൽ അപ്സരയ്ക്ക് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, നല്ലൊരു ഗെയിമറാണ്, അത് പോയി കിട്ടിയിട്ടുണ്ട് എന്തായാലും. ഇപ്പോൾ കുറച്ച് 2-3 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ജാൻമണിക്ക് വന്ന ഒരു മാറ്റമാണ്. ജാൻമണി വളരെ നന്നായി. ജാൻമണിയുടെ പറയുന്ന വാക്കുകൾ നിയന്ത്രണം വന്നു. ആക്ഷൻസിൽ, ഓവർ ആക്ടിങ്ങിൽ ഒക്കെ ജാൻമണി വളരെയധികം നന്നായി സൂക്ഷിച്ചാണ് കളിക്കുന്നത്. ഞാൻ വിചാരിച്ചു സിബിന് ഇതുപോലെ സൂക്ഷിച്ച് കളിക്കും, നല്ല രീതിയിൽ പോകുന്നു വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ ഒരു ഇത് വന്നത് സിബിന് തിരിച്ചടിഞ്ഞാൽ സിബിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചാൽ കേട്ടോ. കാരണം സിബിൻ വളരെയധികം ശ്രദ്ധിച്ച് കളിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ പ്രൊവോക്കേഷനിൽ പെട്ടുപോകുന്നു ഞാൻ വിചാരിച്ചില്ല. അത് ശരിക്കും പറയണേ ആസ് എ ഗെയിമർ ജാസ്മിൻ്റെ സക്സസ് ആയിട്ടാണ് നമുക്കത് പറയണം അല്ലേ. നമ്മളൊരു ബിഗ് ബോസ് ഒരു ഗെയിം ഷോ എന്ന് പറയുമ്പോൾ നന്നായി കളിക്കണേൽ നന്നായി എന്ന് തന്നെ പറയണം. ഇത് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രൊവോക്കേഷൻ എന്നുള്ള രീതിയിൽ സിബിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചെടുത്തു എന്നുള്ളത് ജാസ്മിൻ്റെ സക്സസ് ആയിരുന്നു നമുക്ക് പറയാം. അത് വീക്കെൻഡിൽ ലാലേട്ടൻ പോലും ചർച്ച ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളത് ജാസ്മിൻ്റെ ഒരു സക്സസ് ആണ്. അപ്പോൾ അത് സിബിൻ്റെ ഒരു ഫെയിലിയർ ആയിട്ട് നമുക്ക് കണക്കാക്കാം. പക്ഷേ ഈ സിബിൻ കാണിച്ച ഈ മിഡിൽ ഫിംഗർ പൊക്കി കാണിക്കുക എന്നുള്ള രീതിയിൽ മുൻപും സീസണിലും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നാദ്രയാണ് തോന്നുന്നത് കാണിച്ചിട്ടുണ്ട്. നാദ്ര നമ്മുടെ റെനീഷേനെ എന്തൊരു ദേഷ്യത്തിൽ പെട്ടെന്ന് കാണിച്ചിട്ടുണ്ട്. പക്ഷെ അത് അന്ന് അത് അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതങ്ങനെയാണ്, ഓരോ സീസണിലും നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ എടുക്കുന്നത് എടുക്കാറില്ല. പക്ഷെ അത് അടുത്ത സീസണിൽ വലിയ കാര്യമായിട്ട് എടുക്കും. ഇപ്പോൾ റോബിൻ്റെയും റിയാസ് സലീമിൻ്റെയും കാര്യം പോലെ തന്നെയാണ് അല്ലേ. അത് വെറുതെ ജസ്റ്റ് ഒന്ന് തള്ളിയിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ റോബിൻ. പക്ഷേ റോബിനെ പിടിച്ച് പുറത്താക്കി. അതേപോലെ പക്ഷേ ജുനൈസിന് അഖിൽമാരാർ തള്ളുണ്ടായി. പക്ഷെ അത് അത്ര പ്രശ്നമായിട്ട് എടുത്തില്ല. പക്ഷെ ഇതിൽ വന്നത് ഒന്നും കൂടി വലുതായി വന്നു. അത് നമ്മുടെ സിജോനെ തല്ലിയത് ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് ശരി പറയണമെങ്കിൽ ഹൈക്കോടതിയിൽ വരെ കേസ് പോയ ഒരു കാര്യമായി മാറി. ഇനി ബിഗ് ബോസിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ള രീതിയിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ജാസ്മിൻ്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ജാസ്മിൻ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ ഒരുപാട് ആ രാത്രി ഫുള്ള് ജാസ്മിൻ്റെ കുറേ കാര്യങ്ങളാണ്. കുറേ നമുക്ക് ചിരിക്കാനുണ്ട്. കുറേ കഴിയുമ്പോൾ ഇവർ കോർണർ ചെയ്യപ്പെടുന്ന രീതിയിലോട്ട് ജാസ്മിൻ്റെ ഒരു ആക്ടിങ് അത് വളരെ നന്നായിട്ടുണ്ട്.
പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ നോറ തുടങ്ങി. നോറയ്ക്ക് എപ്പോഴും പറയാനുള്ളത് നോറയെ കുറിച്ച് കുറേ കാര്യങ്ങളും പരാതി. അതിൻ്റെ ഇടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് പറയാമെന്ന് വെച്ചാൽ നോറ ജാസ്മിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അവരുടെ പുറത്തുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നല്ലോ, അവരൊരാളായിട്ട് കമ്മിറ്റഡ് ആയിരുന്നു. ആ വ്യക്തിയുമായിട്ട് നിനക്ക് കമ്മിറ്റഡ് ആയിട്ട് പിന്നെ നീ എന്തിനാണ് ഇതിനകത്ത് വന്നിട്ട് ഗബ്രിയുമായിട്ട് ഇങ്ങനെ ഒരു ഇത് വരുന്നത്? അപ്പോൾ അതുകൊണ്ടാണല്ലേ എല്ലാവർക്കും തെറ്റിദ്ധാരണ വരുമ്പോൾ ജാസ്മിന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മിറ്റഡ് ആയ ഒരു വ്യക്തിക്ക് ഇവിടെ വന്നിട്ട് കമ്മിറ്റഡ് ആവില്ല എന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊരു മറുപടിയാണ് കൊടുത്തത്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവർക്ക് ആ ഒരു കമ്മിറ്റഡുള്ള ആളുകളുടെ ബന്ധം വിട്ടുപോയാലും ജാസ്മിന് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സമ്മതിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആ ഒരു കാര്യത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ജാസ്മിൻ ലാലേട്ടനോട് പറഞ്ഞു, അവിടെയുള്ള കണ്ടസ്റ്റന്റിനോട് പറഞ്ഞു, അവസാനം വരെ നോറോടും പറഞ്ഞു, ഒരു കമ്മിറ്റഡ് വ്യക്തിക്ക് ഇതിനകത്ത് വന്ന ഒരാളെ കണ്ട അയാളുമായിട്ട് ഒരിഷ്ടം വന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല, അത് എനിക്കും വന്നതുകൊണ്ട് വലിയ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിനി അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട. ഇനി നമ്മൾ ജാസ്മിൻ്റെയും അതുപോലെ ഗബ്രിയുടെയൊക്കെ ഗെയിമിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. അപ്പോൾ അവരങ്ങനെയാണെന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കി ഉൾക്കൊണ്ട് കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് ആ ഒരു ഗെയിമിൽ നിന്ന് അവർ കെട്ടിപ്പിടിച്ച് മോഹിക്കുന്നു, അവർ എന്താ പറയുന്ന ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നു, അതൊന്നും നമ്മളിനി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാക്കേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ജയിലിൽ ഇട്ടിട്ട് ഉള്ള കുറേ ജയിൽ റൂൾസ് ഉണ്ടല്ലോ, അത് മുൻപ് ഉണ്ടായിട്ടുള്ള സീസണുകളിൽ നിന്നൊക്കെ എനിക്ക് ഈ സീസണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം വ്യത്യസ്തത തോന്നി. കാരണം വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ സന്ദർശന സമയത്ത് മാത്രമേ കണ്ടസ്റ്റൻസിന് കാണാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു അനൗൺസ്മെൻറ്റ്. അത് എല്ലാ സീസണിലും നമ്മൾ കാണുന്നതാണ്, അവർ കുറച്ച് നേരം സംസാരിക്കുമ്പോൾ. പക്ഷേ ഈ സീസണിൽ അവർക്ക് തിന്നാനായിട്ട് ഭക്ഷണം കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, ബെഡ്ഷീറ്റുകൾ എത്തിച്ചു കൊടുക്കുന്നു. അതൊന്നും ഞാൻ മുമ്പത്തെ സീസണിൽ കണ്ടില്ല. ഈ സീസണിൽ അതൊക്കെ എത്തിച്ചു കൊടുക്കുമ്പോഴും ബിഗ് ബോസ് മിണ്ടാതിരിക്കുകയാണ്. ബിഗ് ബോസ് അതൊക്കെ മൗനമായിട്ടിരിക്കുകയാണ്. ഇനി ലാലേട്ടൻ വരുന്ന ആ ഒരു വീക്കെൻഡിലേക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുകയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് നല്ല കാര്യമാണ്. ഒരു ജയിൽ നോമിനേറ്റ് ചെയ്ത ഒരു വ്യക്തി ജയിലിൽ പോയി കിടക്കുമ്പോൾ അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബിഗ് ബോസ് വെച്ചിട്ടുണ്ട്. ആ ബിഗ് ബോസ് വെച്ചിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിക്കുമ്പോൾ ബിഗ് ബോസിന് ചെറുതായിട്ടൊന്ന് വാണിംഗ് കൊടുക്കാം, അല്ലേ, നിങ്ങളത് ചെയ്യരുതെന്ന്. പക്ഷെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇന്നലെ എനിക്ക് തോന്നുന്നു ഐസ്ക്രീമൊക്കെ കൊണ്ടു കൊടുക്കണം കണ്ടു, അതുപോലെ വെള്ളം പുറമേ നിന്ന് കൊണ്ടു കൊടുക്കണം കണ്ടു. അപ്പോൾ എന്ത് ജയിൽ വാസമാണ് ഇത്തവണത്തെ സീസണിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ഓരോ സീസണിലും ബിഗ് ബോസ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ജാസ്മിൻ കുറച്ച് നാളും കൂടെ നിൽക്കും. കാരണം വെറുക്കപ്പെട്ടവളിൽ നിന്നും കുറേശ്ശെ കോർണർ ചെയ്യപ്പെട്ടവൾ എന്ന നിലയിലേക്കുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, അത് കോർണർ ചെയ്യപ്പെട്ടവൾ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു ട്രിക്ക് അത് ജാസ്മിൻ സക്സസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ മുല്ലപ്പൂ ഫാൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബർ ജാസ്മിന് വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു യൂട്യൂബറാണ്, അദ്ദേഹത്തിൻ്റെ പേരും ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് കുഴപ്പമില്ല, ഇപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് എന്ന് വിചാരിക്കും. പക്ഷേ ജാസ്മിൻ ചെയ്യുന്ന തെറ്റുകൾ പോലും ശരിവെക്കുന്ന രീതിയിലും സിബിൻ പോലുള്ള നല്ലൊരു പ്ലെയറെ വളരെ മോശം പ്ലെയറാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് കാണാറ് തന്നെയില്ല. ആദ്യം നല്ലൊരു റിവ്യൂവറായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ നമ്മൾ ഈ പാർഷ്യാലിറ്റി ഒക്കെ കാണുമ്പോൾ നമുക്ക് PR വർക്കാണോ എന്ന് പോലും തോന്നിപ്പോകുന്നുണ്ട്. കാരണം ബാക്കിയെല്ലാം എല്ലാവരും ഒരേപോലെയാണ് റിവ്യൂ ചെയ്യുന്നത്. ഇപ്പോൾ ജാസ്മിൻ ചെയ്യുന്ന തെറ്റുകൾ, ജാസ്മിൻ നല്ലൊരു പ്ലെയറാണെന്ന് തന്നെ എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്, അല്ലേ. ഒരാളും ജാസ്മിൻ മോശം പ്ലെയറാണ്. ജാസ്മിൻ്റെ കുറേ ആക്ടിവിറ്റീസാണ് നമുക്ക് പിടിക്കാത്തത്. അതിൽ കുറച്ച് അത് നമ്മളെല്ലാവരും പറയുന്ന സദാചാരം എന്നുള്ള രീതിയിലല്ല. എന്നാലും ബിഗ് ബോസ് തന്നെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇത് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്, കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഭാഗത്തും ഉണ്ടാകുമ്പോഴാണ് നമ്മളെല്ലാവരും അതിനെ വിമർശിക്കുന്നത്. പക്ഷേ ഈ റിവ്യൂവർ മാത്രം എന്തുകൊണ്ടാണ് ജാസ്മിൻ ഇത്രയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് എനിക്കറിയില്ല. കുറേ നമ്മളിത് കാണുന്നു. ഞാനിത് ആദ്യം കുറേ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്ത് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നി. ഞാനിപ്പോൾ കാണാറില്ല, അദ്ദേഹത്തിൻ്റെ റിവ്യൂ കാണാറില്ല. ഈ ഒരൊറ്റ വ്യക്തി മാത്രമാണ് ഇന്ന് ഇപ്പോൾ ജാസ്മിൻ്റെ വലിയ ഫാനായിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കഴിയുമ്പോൾ അദ്ദേഹത്തിന് ഈ സപ്പോർട്ട് ചെയ്തതൊക്കെ മാറ്റി പറയേണ്ടി വരും തന്നെയാണ് എനിക്ക് സത്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ ജാസ്മിൻ കുറച്ചും കൂടെ നന്നായി കളിച്ച നല്ലൊരു ഗെയിമറാകും. ഗബ്രി കുറേശ്ശെ മാറി മാറി കളിക്കുന്നുണ്ട്, എന്നാൽ ഇടയ്ക്ക് ജാസ്മിനുമായിട്ട് ഒത്തുപോകുന്നുണ്ട്. അത് ഇന്നലെ പൂജയുമായിട്ട് ഗബ്രി കുറച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പൂജയോട് പറയുന്നുണ്ടായിരുന്നു അവർ തമ്മിൽ ഭയങ്കര മാനസികമായിട്ട് ഭയങ്കര ഒരു അടുപ്പുണ്ട്, അവരുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്, അതുകൊണ്ടുള്ള ഒരു സ്നേഹമുണ്ട്.
അത് എങ്ങനെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് താല്പര്യം എന്നൊക്കെ ഗബ്ബർ പറയുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ ഇഷ്ടം. അവർ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് മുന്നോട്ട് അവർ ജീവിതം നയിക്കുകയാണെങ്കിൽ നമ്മൾ ആരും അത് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും ഇഷ്ടപ്പെട്ടു അവർ മുന്നോട്ട് ജീവിതം നയിക്കുന്നതിന് നമുക്ക് എതിർപ്പ് പറയാനില്ല. പക്ഷേ ഇത് കുട്ടികൾ കാണുന്ന ഒരു പരിപാടിയാണെന്ന് ബിഗ് ബോസ് തന്നെ പറയുമ്പോൾ അതിൽ പാലിക്കേണ്ട ചില സദാചാരങ്ങൾ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.